ഇരുട്ട് കനത്ത ആ പാതിരാത്രിയിൽ വയൽക്കരയിലൂടെ നടന്നു നീങ്ങുന്ന ആ വൃദ്ധൻ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അയാളുടെ കാതുകളിൽ ദൂരെ എങ്ങോ നിന്ന് കേട്ടു തുടങ്ങിയ ഒരു നേർത്ത ശബ്ദം. അത് ചങ്ങലകളുടെ കിലുക്കമായിരുന്നു. ഭയന്നു തിരിഞ്ഞു നോക്കിയ അയാൾ കണ്ടത് ഇരുട്ടിനെപ്പോലും വിഴുങ്ങുന്ന ഒരു ഭീമാകാരമായ രൂപത്തെയാണ്. ചങ്ങലമാട്. ചങ്ങലമാട്. ആ പേര് ഉള്ളിൽ തട്ടിയതും അയാളുടെ കാലുകൾ മരവിച്ചു. പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞു തന്ന കഥകളിലെ പേര് സ്വപ്നം ആ ഭീമാകാരമായ രൂപം ഓരോ ചുവട് വയ്ക്കുമ്പോഴും ചങ്ങലകളുടെ കിലുക്കം അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ക്ലിൻ ക്ലിൻ എന്ന ആ ശബ്ദം അയാളുടെ ഹൃദയമിടിപ്പിനേക്കാൾ വേഗത്തിലായി. ആ രൂപത്തിൻ്റെ കണ്ണുകൾ ഇരുട്ടിൽ ചുവന്ന കനലുകളെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വൃദ്ധനാവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ഭയം അയാളുടെ ശരീരത്തെ തളർത്തിക്കളഞ്ഞു. നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല. ആ രൂപം അയാളുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. മഞ്ഞു തുള്ളികൾ പോലെ തണുത്ത ഒരു കാറ്റ് അയാളുടെ കഴുത്തിൽ തഴുകിപ്പോയി. പെട്ടെന്ന് ദൂരെയുള്ള കാവിലെ അമ്പലത്തിൽ നിന്ന് പുലർച്ചെയാകാൻ തുടങ്ങുന്നതിൻ്റെ സൂചനയായി ശംഖനാദം മുഴങ്ങി. ആ നിമിഷം ആ ഭീകര രൂപം ഒരു പുകച്ചുരുൾ പോലെ വായുവിൽ അലിഞ്ഞു ചേർന്നു. ചങ്ങലകളുടെ കിലുക്കം പതുക്കെ നിലച്ചു. വൃദ്ധൻ തളർന്നു നിലത്തു വീണു. നേരം വെളുത്തു തുടങ്ങിയപ്പോൾ ചെളി നിറഞ്ഞ ആ പാടവരമ്പിൽ ഭീമാകാരമായ മാകാരമായ പാദമുദ്രകളും തുരുമ്പിച്ച ചങ്ങലയുടെ ചില കണ്ണികളും മാത്രം അവശേഷിച്ചു. താൻ കണ്ടത് വെറുമൊരു തോന്നലല്ലെന്ന് ആ വൃദ്ധന് അപ്പോൾ ഉറപ്പായി. അന്നു തൊട്ട് ആ നാട്ടുകാരാരും പാതിരാത്രിയിൽ ആ വയൽക്കരയിലൂടെ നടക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ആ രാത്രിയിൽ അവർ കണ്ടതും കേട്ടതും ഇപ്പോഴും അവരെ ഭയപ്പെടുത്തിയിരുന്നു. ചങ്ങലമാടൻ്റെ സാന്നിധ്യം ആ പ്രദേശത്ത് ഒരു പേടി സ്വപ്നമായി നിലകൊണ്ടു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.